അല്ലെങ്കിൽ അഗ്നിക്കൊരു കൊച്ചുണ്ടെന്ന് അറിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ. വല്ല കുടിലിലും കിടന്ന് വളർന്നവളായിരിക്കും. അല്ലാതെ അന്തസ്സുള്ള വീട്ടിൽ ജനിച്ച പെൺപിള്ളേരൊന്നും ഇതിന് നിൽക്കില്ല. സുഖവും പണവും മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ഇവളുമാരോട് സംസാരിക്കാൻ അമ്മയ്ക്ക് നാണമില്ലേ? അവരുടെ വാക്കുകൾ അവളുടെ കാതിൽ മുഴുകി കേട്ടു. രുദ്ര അപ്പോ അയാളുടെ കുട്ടിയാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മഹാദേവ. ഞാൻ എന്തേലും ചെയ്യേണ്ടത്? അവൾ സ്വയം പറഞ്ഞുകൊണ്ട് മുട്ടിൽ മുഖം ചേർത്ത് വെച്ചു. അഗ്നിയും രഞ്ജുവും വന്നപ്പോ അച്ചു കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതാണ് കണ്ടത്. ദേവ എവിടെ? ദേവയെ കാണാഞ്ഞതും അഗ്നി ചോദിച്ചു. ഏട്ടത്തി മുറിയിലുണ്ടേട്ടാ. ഏട്ടത്തിക്ക് പെട്ടെന്ന് വീട്ടുകാരെ ഓർത്തപ്പോൾ വിഷമം വന്നു. ഞാൻ ചെന്നപ്പോൾ ഏട്ടത്തി കരയുമായിരുന്നു. അച്ചു വിഷമത്തോടെ അവനോട് പറഞ്ഞു. ഉമ്മ കൈവാനച്ചേ. രുദ്രയും പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം. അവൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അവൻ വാതിൽ മുട്ടിയതും ദേവ കണ്ണുകളെ തുടച്ചിട്ട് വാതിൽ തുറന്നു. ദേവാ, നിന്നോട് ഞാൻ പറഞ്ഞതാണോ വെറുതെ കരഞ്ഞും വിഷമിച്ചു ഇവിടെ ഉള്ളവരെ ഒന്നും അറിയിക്കരുതെന്ന്? അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ അവർക്കൊക്കെ ദേഷ്യവും വിഷമമാവുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? ഈ പേടിയെന്ന് പറയുന്ന വികാരം അഗ്നിദത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ? ആണോ? പറയ്. വിഷമം എന്ന് പറയുന്ന വികാരം അഗ്നിദത്തിന് മാത്രം ആരെങ്കിലും തീരെഴുതി തന്നതാണോ? പറയ്. BBA കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ. വീട്ടിലെ പ്രാരാബ്ദം കാരണം മുന്നോട്ട് പഠിക്കാൻ പറ്റാതെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ. പണത്തിനേ ഞങ്ങളുടെ വീട്ടിൽ കുറവുണ്ടായിരുന്നുള്ളൂ. അന്തസ്സും അഭിമാനത്തിനും ഇന്ന് വരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്ത് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയോ തനിക്ക്? തൽക്കാലം ആ കടയിൽ നിന്നുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും നോക്കണം. എന്നിട്ട് പഠിച്ചത് വെച്ച് ഒരു ജോലിക്ക് ശ്രമിക്കണം. നല്ല ജോലി കിട്ടുവാണെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയും ആരുടെ മുൻപിൽ തരം താഴ്ത്താതെ അന്തസ്സോടെ എന്നൊക്കെ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് വെറും 21ാമത്തെ വയസ്സിൽ ഞാനൊരു ഭാര്യയായി, ഒരു കുഞ്ഞിൻ്റെ അമ്മയായി. അതും ആരോ പ്രസവിച്ചൊരു കുഞ്ഞ്. അതും പോട്ടെ, സാരമില്ല. കുഞ്ഞല്ലേ, അവക്കെന്തറിയാം? അവൾ ഉള്ളിൽ തട്ടിയാടോ എന്നെ അമ്മയെന്ന് വിളിക്കുന്നേ. താനോ വെറും എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ തൻ്റെ ഭർത്താവായി. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ സന്തോഷം എല്ലാം നിങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ തകർത്തെറിഞ്ഞത്? അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവാ, മിണ്ടിപ്പോവരുത്. നിങ്ങൾ മിണ്ടരുത്. വിവാഹത്തിന് മുൻപ് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇത് 2 വർഷത്തെ എഗ്രിമെൻ്റ് ആണെന്നല്ലേ? എന്നിട്ട് എവിടെയാ എഗ്രിമെൻ്റ് പേപ്പർ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഉടനെ തരണം. പിന്നെ ആ എഗ്രിമെൻറ്റിൽ ഒരു കാര്യം കൂടി നിങ്ങൾ എഴുതി ചേർക്കണം. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ 2 വർഷം നിങ്ങളുടെ ഭാര്യയായി, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയായി ഇവിടെ നിൽക്കുന്നതിന് പകരം 2 വർഷത്തെ എഗ്രിമെൻ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ദേവാൻഷി അഗ്നിദത്ത് എന്ന ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ അഗ്നിദത്ത് എന്ന എൻ്റെ ഭർത്താവ് ബാധ്യസ്ഥനാണെന്ന് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. ദേവാ, അവൻ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. എന്തിനാ എൻ്റെ ജീവിതം തകർത്തത്? പറ, എന്തിനായിരുന്നു ഇതൊക്കെ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി, അവൾക്ക് വേണ്ടിയാ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നിനക്ക് തോന്നുന്നുണ്ടോ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് വെറുതെ ഇതാണ് നിന്റെ അമ്മയെന്ന് പറയുമ്പോൾ അവൾ നിന്നെ അമ്മയായി അംഗീകരിക്കുമെന്ന്? അവൾ നിന്നെ ഇത്രയും സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കുമെന്ന്? അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ദേവാ, ഞാൻ നിന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് നീ ആരാണെന്ന് പോലും അറിയില്ല. രുദ്രയാണ് നിന്നെ കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ രുദ്രയാണ് നിന്നെ അമ്മയെന്ന് വിളിച്ചത്. അവൻ പറഞ്ഞതും അവൾ വീണ്ടും സംശയത്തോടെ അവനെ നോക്കി. രുദ്രയ്ക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം അവൾ കാറിൽ വെച്ച് ഛർദ്ദിച്ചു. ഡ്രസ്സിലൊക്കെ ഛർദ്ദിലായപ്പോൾ നീ നിന്ന കടയിലേക്ക് അവളെ ഡ്രസ്സ് എടുക്കാൻ വന്നത്. അന്ന് മറ്റൊരു കസ്റ്റമറിന് ഡ്രസ്സ് കാണിച്ചു കൊടുക്കുമായിരുന്നു നീ. കുഞ്ഞിനെ ടേബിളിലെടുത്ത് ഞാൻ അവൾക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ അവശതയോടെ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടത്. അവൾ അവശതയോടെ വിളിച്ചു. പനിയുടെ ആയിരിക്കുമെന്ന് കരുതി ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല. അമ്മ, ചേ അമ്മ. അവൾ ദേവയെ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് വീണ്ടും വിളിച്ചു. അത് അമ്മ അല്ലടാ, മോൾക്ക് തോന്നുന്നതാ. മോളുടെ അമ്മ പഠിക്കാൻ പോയേക്കുവാ, അതല്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. അമ്മ. പിന്നെയും അവൾ നിന്നെ നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. എനിക്ക് ഇപ്പോഴും അറിയില്ല അവൾ എന്താ നിന്നെ നോക്കി അങ്ങനെ വിളിച്ചതെന്ന്. കാറിൽ കയറുന്നത് വരെയും അവൾ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു നീ അവളുടെ അമ്മ അല്ലെന്ന്. അപ്പോഴും അവൾ നീ തന്നെ അവളുടെ അമ്മയെന്നും പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ ഒരു വിധത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്നും ഇപ്പം നീ പഠിക്കുവാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞു. കുഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവമ്മയ്ക്ക് മോളുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ചെറിയമ്മയ്ക്ക് മുത്തശ്ശിയെ നോക്കണം, അച്ചുവിനും ക്ലാസ് ഉണ്ട്.
വലിയമ്മയെ ആതിരയെ മേൽപ്പിക്കാമെന്ന് വെച്ചാൽ ആതിരയുടെ അടുത്ത് രുദ്ര പോവില്ല. പിന്നെ വലിയമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്നേക്കാൾ അനുഭവിച്ചവൻ വേറെ ആരുമില്ല. എനിക്ക് വിശ്വസിച്ച് എൻ്റെ മോളെ ഏൽപ്പിക്കാൻ ഒരാളില്ലായിരുന്നു. എനിക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ. എൻ്റെ ചാരുവിൻ്റെ കുഞ്ഞല്ലേ അവള്, എൻ്റെ മോള്. അവൾക്ക് വേണ്ടി, എൻ്റെ രുദ്രമോൾക്ക് വേണ്ടിയാ ഞാൻ നിന്നെ വിവാഹം ചെയ്തത്. അവൻ പറയുന്നതെല്ലാം കേട്ടു നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ. പലതും അവനോട് ചോദിക്കണമെന്നുണ്ടായിട്ടും അവൾക്കൊന്നിനും സാധിക്കുന്നില്ലായിരുന്നു. പറയ്, നിനക്ക് എന്താ വേണ്ടത്? അവളുടെ അമ്മയായി ഇവിടെ കഴിയുന്നതിന് പകരം നിനക്ക് എന്താ ഞാൻ തരേണ്ടത്? എൻ്റെ പണം വേണോ? അതോ എൻ്റെ സ്വത്ത് വേണോ? നിനക്ക് തരാം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പറ, എന്താ വേണ്ടത്? അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ഒന്നും വേണ്ടെന്ന് തലയാട്ടി. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു സ്ത്രീയെ കുഞ്ഞിനെ നോക്കാൻ നിർത്തായിരുന്നു. ഞാൻ അങ്ങനെ നോക്കിയതുവാ. പക്ഷെ മുത്തശ്ശി പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയായ ഒരു പെണ്ണ് ഇവിടേക്ക് വന്നാൽ മാത്രമേ രുദ്രയെ ഇനി ഇവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് കൊണ്ടാക്കണമെന്ന്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പോവായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് എനിക്ക് പോവാൻ കഴിയില്ലല്ലോ ദേവാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് സങ്കടം വന്നു. ദേവാ, നിന്റെ സാഹചര്യവും നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ രുദ്രയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് സ്വാർത്ഥനായിപ്പോയി. നീ ഇല്ലാതെ ആര് എൻ്റെ ഭാര്യയായിട്ട് വന്നാലും രുദ്ര അത് അംഗീകരിക്കില്ല. കാരണം പെറ്റമ്മയെക്കാളും ആ കുഞ്ഞു മനസ്സിൽ നീയാണ് അവളുടെ അമ്മ. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അത് നിയോഗമായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ചാരു രുദ്രയ്ക്ക് അമ്മയായി നിന്നെയായിരിക്കും കണ്ടെത്തിയത്. സോറി ദേവ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൻ അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കാണെങ്കിൽ തിരിച്ച് എന്ത് പറയണമെന്നും അറിയില്ലായിരുന്നു. പ്ലീസ് ദേവ, 2 വർഷം എൻ്റെ മോളുടെ അമ്മയായി നീ ഇവിടെ ഉണ്ടാവണം. അവളെ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ പിന്നെ ഞാൻ നോക്കിക്കോളാം അവളെ. ദേവമ്മ അപ്പോഴേക്ക് എത്തിക്കോളും. അപ്പം ഞാൻ എന്തേലും കള്ളം പറഞ്ഞോളാം അവളോടും ഇവിടെ ഉള്ളവരോടും ഒക്കെ. അതുവരെ ആരും ഒന്നും അറിയരുത് പ്ലീസ്. അവൻ അത്രയും താഴ്മയോടെ അവളോട് പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. പിന്നെ ഇന്നലെ നമുക്കിടെ നടന്നത്, അത് നിന്നെ സമ്മതിപ്പിക്കാൻ ഞാൻ ചെയ്തതാ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഭാര്യയും ഭർത്താവും രുദ്രയുടെ അച്ഛനും അമ്മയുമായിരിക്കും. എന്നാൽ ഈ മുറിയിൽ നീ രുദ്രയുടെ അമ്മ മാത്രമായിരിക്കും. നിനക്ക് ഞാൻ ഉറപ്പ് തരാം, ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ നിന്നെ കളങ്കപ്പെടുത്തില്ല. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ നോക്കി. ദേവാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്തിനാ കരഞ്ഞത്? വീട്ടുകാരെ ഓർത്താണോ? അതോ ഇവിടെയുള്ള ആരെങ്കിലും? അവൻ സംശയത്തോടെ ചോദിച്ചു. വീട്ടുകാരെ ഓർത്തിട്ടാ. ദേവാ, ഒരു പക്ഷെ രുദ്ര ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചെങ്കിൽ നിന്റെ അച്ഛനെ എനിക്ക് നിന്നെ തന്നേനെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ. ഒരു പക്ഷെ രുദ്ര ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കണ്ടുമുട്ട പോലും ഇല്ലായിരുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. ചാരു ആരാ? അവൾ പേടിച്ച് അവനോട് ചോദിച്ചു. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ദേവാ. എല്ലാ സൗകര്യം പോലെ ഞാൻ പറഞ്ഞു തരാം. 2 വർഷം ഉണ്ടല്ലോ. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവേട്ടത്തി, അച്ചു വാതിലിൽ മുട്ടി വിളിച്ചതും അഗ്നി ചെന്ന് വാതിൽ തുറന്നു. ചേ, അവൾ കൈകൾ ഉയർത്തി എടുക്കാനെന്ന ഭാവേന അവനെ വിളിച്ചു. അവൻ അച്ചുവിൻ്റെ കയ്യിൽ നിന്നും രുദ്രയെ വാങ്ങി. ഏട്ടത്തി കഴിക്കാൻ വാ, ചെറിയമ്മ വിളിക്കുന്നുണ്ട്. ഏട്ടനും വാ. അച്ചു അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു. ആ, നീ പോയി കഴിച്ചിട്ട് വാ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. ചെല്ല്. അവൻ അവളെ നോക്കി പറഞ്ഞു. ഞാൻ പിന്നെ കഴിച്ചോളാം. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, പോയി കഴിച്ചോ. അവളും പറഞ്ഞു. അത് വേണ്ട, പിന്നെ നീ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. ചെല്ല്. അവൻ പറഞ്ഞതും പിന്നെ അവൾ എതിർക്കാൻ നിൽക്കാതെ അച്ചുവിനോടൊപ്പം നടന്നു. ചേ, ദേവ പോയതും അവൾ അവനെ വിളിച്ചു. എന്താ കുഞ്ഞാ? ചേ, ഇറ്റമ്മ വാക്കു പറഞ്ഞു. ചിറ്റമ്മ ആരെ വഴക്കു പറഞ്ഞു? അവൻ സംശയത്തോട് ചോദിച്ചു. ഉമ്മേ വക്കു പറഞ്ഞു ഇറ്റമ്മ. ഉമ്മ കഴിഞ്ഞു. സത്യമാണോ കുഞ്ഞാ? ചിറ്റമ്മ അമ്മയെ വഴക്ക് പറഞ്ഞോ? അതാണോ അമ്മ കരഞ്ഞത്? ഉമ്മ പറഞ്ഞു അച്ഛ വരുമ്പോൾ പയല്ലേന്ന്. അങ്ങനെ പറഞ്ഞോ അമ്മ? മോള് സത്യമായിട്ടിട്ട് പിന്നെന്താ മോൾ അച്ഛയോട് പറഞ്ഞത്? മോക്ക് സങ്കടം വന്നു. ഉമ്മ കഴിഞ്ഞപ്പോൾ മോളെ കെട്ടിപ്പിച്ച്. ഉമ്മ ഇറ്റമ്മ വഴക്ക് പറയാട്ടോ. ഇപ്പം തന്നെ നമുക്ക് പോയി അമ്മ എന്തിനാ കരയിച്ചെന്ന് ചോദിക്കാട്ടോ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. ദേവ അച്ചുവിനോടൊപ്പം താഴേക്കിറങ്ങിയതും എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടിയിരുന്നു. വാ മോളെ, ഇരിക്ക്. രഞ്ജുവിൻ്റെ അമ്മ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കസേരയിലേക്കിരുന്നു. മോൾക്ക് ചോറ് വിളമ്പി കൊടുക്കച്ചു. മുത്തശ്ശി അച്ചുവിനെ നോക്കി പറഞ്ഞു. അതെന്താ, അവൾക്ക് കയ്യില്ലേ വിളമ്പി കഴിക്കാൻ? എൻ്റെ മോള് തന്നെ വേണോ അവൾക്ക് വിളമ്പി കൊടുക്കാൻ? സരോജിനി ദേഷ്യത്തോട് ചോദിച്ചു. സരോജിനി, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? മോൾ ഇവിടെ പുതിയതല്ലേ, അവളെല്ലാം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. മുത്തശ്ശി അവരോട് തിരികെ ചോദിച്ചു. ചോറെടുത്ത് വിളമ്പി കഴിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമാണോ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, കൊച്ചിനെ നോക്കാൻ വന്നവളല്ലേ. അവർ പുച്ഛത്തോടെ പറഞ്ഞു.
അമ്മേ മതി, ദേവേട്ടത്തേക്ക് വിളമ്പി കൊടുക്കുന്നതിന് എനിക്കൊരു പ്രശ്നവും. പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അച്ചു ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. ഹോ, നിനക്കല്ലേലും പെറ്റമ്മയും കൂടപ്പിറപ്പിനേക്കാളൊക്കെ വലുതാണല്ലോ മറ്റുള്ളവര്. സരോജിനി രഞ്ജുവിനെയും അമ്പിളിയെയും നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അമ്മയും ചേച്ചിയെക്കാളും ഞാൻ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്വഭാവം കൊണ്ടാ. അത് ഫസ്റ്റ് മനസ്സിലാക്ക്. അച്ചുവും ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചു, ആഹാരത്തിന് മുമ്പിലിരുന്ന് വഴക്കുണ്ടാക്കാതെ മോളെ. ഇവൾ ഒരിക്കലും ഇനി നന്നാവാൻ പോകുന്നില്ല. മാധവൻ പറഞ്ഞതും പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. അച്ചു ദേവയ്ക്ക് വിളമ്പി കൊടുക്കാൻ പോയതും അവൾ സ്നേഹത്തോടെ അത് നിരസിച്ചു. അവൾ തനിയെ തന്നെ എല്ലാം വിളമ്പിയെടുത്തു. സാധാരണ ഭർത്താക്കന്മാർ കഴിച്ചിട്ടേ ഇവിടെ ഭാര്യമാർ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളുണ്ടായപ്പോൾ ആദ്യം ചേട്ടന്മാർ കഴിച്ചിട്ട് മക്കളെ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അല്ലാതെ ആദ്യമേ വന്നിരുന്നൊന്നും കഴിക്കാറില്ല. മര്യാദ എന്താണെന്ന് പോലും അറിയാത്തതിനെയൊക്കെ കെട്ടിയാ ഇങ്ങനെ ഇരിക്കും. സരോജിനി വീണ്ടും പുച്ഛത്തോടെ പറഞ്ഞു. അവൾ വിളമ്പിയത് കഴിക്കാതെ തലകുനിച്ചിരുന്നു. പിന്നെ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽ. ദേവാ, ദേഷ്യത്തോടെയുള്ള അവന്റെ വിളി ആ വീട്ടിൽ മുഴുകി കേട്ടു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ അഗ്നിയുടെ നേർക്കായി. അവൻ രുദ്രയും കൊണ്ട് താഴേക്കിറങ്ങി. അത് ഞാൻ അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. എല്ലാം ഞാൻ കേട്ടു, നീ അവിടെ ഇരിക്കുക. അവൻ അവൾ ഇരുന്നിരുന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വീണ്ടും അവിടെ തന്നെ നിന്നു. ഇരിക്കടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ താനേ അവിടെ ഇരുന്നു. അവൻ രുദ്രയെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. മേ, അവൾ വിളിച്ചതും ദേവ അവളെ ചേർത്ത് പിടിച്ചു. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് വലിയമ്മയോടാണ്. അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞതും അവർക്ക് ചെറുതായി പേടി തോന്നി. അത്രയും ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയിരിക്കുമായിരുന്നു അവന്റെ മുഖം. ഇവൾ എൻ്റെ ഭാര്യയാണ്. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള അധികാരത്തെക്കാളും അവകാശത്തെക്കാളും രണ്ടിരട്ടി അവകാശമുള്ളവൾ. വലിയമ്മയ്ക്ക് അറിയാമായിരിക്കുമല്ലോ, പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന വടക്കേടത്ത് ഗ്രൂപ്പ്സ് ഇന്ന് കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചു കിടക്കുന്നത് ആര് കാരണമാണെന്ന്. അതായത് ഈ സ്വത്തിന്റെ പകുതി മുക്കാൽ ഭാഗവും ഈ അഗ്നിതത്തിന് അവകാശപ്പെട്ടതാ. ഇന്നു മുതൽ എൻ്റെ ഭാര്യയ്ക്കും. അതുകൊണ്ട് ഇവളെ ഭരിക്കാൻ വലിയമ്മ വളർന്നിട്ടില്ല. പിന്നെ ഈ ഭർത്താവ് കഴിച്ചിട്ടേ ഭാര്യ കഴിക്കാവൂന്ന് ഏത് നിയമപുസ്തകത്തിലാ വലിയമ്മ വായിച്ചത്? അവൻ കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി ചോദിച്ചു. അവർക്ക് അത് കേട്ട് ഉത്തരം മുട്ടി. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മര്യാദ കുറവാ. അത് കൂട്ടണോ വേണ്ടായോ എന്ന് തൽക്കാലം ഞാൻ തീരുമാനിച്ചോളാം. വലിയമ്മയ്ക്ക് കെട്ടിക്കാറായ ഒരു മോളുണ്ടല്ലോ, തൽക്കാലം വലിയമ്മയുടെ മര്യാദ ക്ലാസ്സൊക്കെ അങ്ങോട്ട് ഇറക്കിയാൽ മതി, കേട്ടല്ലോ. ഇനി ഇവളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. നിങ്ങൾ ദേവമ്മയോട് കാണിച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കാത്തത് ദേവമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം എന്ന് കരുതി ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവർക്ക് തിരികെ എന്ത് പറയണമെന്നും അറിയാതെ അവർ നാണം കെട്ടു. അവരും ആതിരയും ആരെയും നോക്കാതെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അഗ്നി ബാക്കിയുള്ളവരെ എല്ലാം നോക്കി കണ്ണു ചിമ്മി കാണിച്ചതും അവരും ചിരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു. അവനൊരു കസേര എടുത്തിട്ടുകൊണ്ട് ദേവയുടെ അടുത്തേക്കിരുന്നു. അവളുടെ മുൻപിലിരിക്കുന്ന പ്ലേറ്റ് അവൻ കയ്യിലെടുത്തു. അതിൽ നിന്നും അവൻ ഒരു ഉരുള ഉരുട്ടി ദേവയ്ക്ക് നേരെ നീട്ടി. അവൾ ഞെട്ടി അവനെ നോക്കി. അവൾക്ക് എന്തോ ചമ്മല് തോന്നി. അവൾ ചമ്മലോടെ എല്ലാവരെയും നോക്കി. എല്ലാവരും അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സരോജിനിക്കും മാതിരിക്കും ദേഷ്യം വന്നു. അവർ അമർഷം കടിച്ചു പിടിച്ചിരുന്നു. ഞാൻ കഴിച്ചോളാം. എല്ലാവരും നോക്കുന്നത് കണ്ട് അവൾ ചമ്മലോടെ പറഞ്ഞു. കഴിക്കു ദേവാ, വലിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഭർത്താവിന്റെ കൂടെ വേണം ഭാര്യ ഇരിക്കാൻ. അങ്ങനെയല്ലേ വലിയമ്മേ? അവൻ അവരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇനി ഞാനായിട്ടത് തെറ്റിച്ചെന്ന് വേണ്ട അല്ലേ മുത്തശ്ശി? അവൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയോടും ചോദിച്ചു. അതേ മോനെ, മോളെ വാങ്ങിക്കഴിക്ക്, അവർ ദേവയെ നോക്കി പറഞ്ഞു. കഴിക്കേട്ടത്തി. രഞ്ജുവും അച്ചുവും അത് ഏറ്റുപിടിച്ചു. കഴിച്ചമ്മേ, രുദ്രക്കുട്ടിയും പറഞ്ഞു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ വാ തുറന്നു. അഗ്നി അവൾക്ക് വാരിക്കൊടുത്തു. ഒപ്പം അവനും കഴിക്കാൻ തുടങ്ങി. അത് കണ്ടത് മാതിരി ചാടിത്തുള്ളി എഴുന്നേറ്റ് പോയി. അതിനു പുറകെ സരോജിനിയും വച്ചു പിടിച്ചു. ആഹാരമൊക്കെ കഴിഞ്ഞ് ദേവ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. അവനും കൈ കഴുകിയിട്ട് മുറിയിലേക്ക് ചെന്നു. അവൻ ചെന്നപ്പോൾ അവൾ കുഞ്ഞിനെയും കൊണ്ട് കട്ടിലിരുന്ന് കളിക്കുകയായിരുന്നു. അവൻ വന്നതുപോലെ ശ്രദ്ധിക്കാതെ അവൾ കുഞ്ഞിനോട് എന്തൊക്കെയോ ചിരിച്ചും പറഞ്ഞും അവളെ ഇക്കിളിയാക്കിയും അവളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു.